ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വെറുതെ പാണ്ടിക്കാട്ടേക്ക് അങ്ങനെ ഷോപ്പിങ്ങിന് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. ഞാനും മക്കളും എൻ്റെ താത്തയും മക്കളും പിന്നെ ഉപ്പയമ്മ അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ താത്താൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം താത്ത ട്യൂഷന് വന്നപ്പോൾ കുട്ടികളെ എൻ്റെ വീട്ടിലാക്കിയതായിരുന്നു കേട്ടോ. താത്താക്ക് ഇവിടെ തൂര് ട്യൂഷൻ സെൻറ്റർ ഉണ്ട്, കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണ്. പിന്നെ ഇത് ഈ ഒരു സ്ഥലം കണ്ടോ, ഇതിവിടെ ഞങ്ങൾ ഈ ഭാഗത്തിലൊക്കെ അറിയാം. അത് പാണ്ടിക്കാട് കുളപ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ കുളപ്പറമ്പിൻ്റെ മെയിൻ പ്രത്യേകത അവിടെ ഒരു പട്ടാള ക്യാമ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ എപ്പോഴും എന്താ പറയുക, ഈ വഴി പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു അതിശയമായിട്ട് നോക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. പണ്ട് ഞാൻ LP സ്കൂളിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് ഒരു ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇതാണ് എൻട്രി ഇവിടേക്കുള്ളത്. അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കും. അങ്ങനെ അന്ന് ചെറുപ്പത്തിൽ അതിൻ്റെ ഉൾഭാഗവും ഇവിടുത്തെ ഓഫീസും കാര്യങ്ങളും അവിടെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ നോക്കും. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞങ്ങൾ പാണ്ടിക്കാട് ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിയോ ഹോസ്പിറ്റലിലൊന്ന് പോകുമ്പോൾ വേണം ഉപ്പാക്ക് അവിടെ കുറച്ച് ചെക്കപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങാൻ അങ്ങനെ പോകണം. അപ്പോൾ അതിന് അങ്ങനെ ഉപ്പയും ഉമ്മയും പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോഴേക്കും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചുണ്ടാക്കിയിട്ടാണോ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ VTS മാളിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ പോയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ട് കേട്ടോ, ഈ അണ്ടർഗ്രൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡൗട്ട് കേട്ടോ നാലാക്കും. അപ്പോൾ അതങ്ങനെ ക്ലിയർ ആക്കി കൊടുത്തു. ഹായ് ഗൈസ്, വെൽക്കം ടു സിബ്ലിംഗ് കേൾക്കണി. അപ്പം എന്തൊക്കെയാണ് വർത്താനോ എന്നിട്ട് വർത്താനോ. അപ്പൊ നമ്മളിവിടെ കൊടുക്കാണ്. നമ്മള് ഹായ് ഗൈസ്, നമ്മൾ ചോറുന്ന വന്നു കേട്ടോ. നമ്മളെ കുട്ടികള് സ്ക്രാച്ചുന്നു നല്ല ഇഷ്ടപ്പെട്ടു. ഇന്നാളെ നമ്മൾ വാങ്ങിയില്ലേ കൊറിയാണ്ടറിലാണ്. രസമാവും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ആക്കിട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു സൂപ്പ് കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ സൂപ്പും ഓർഡർ ആക്കി. കൊറിയൻഡർ ആൻഡ് ലെമണാണ് കേട്ടോ സൂപ്പ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ സൂപ്പിനുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട് സൂപ്പ്. പക്ഷേ കുട്ടികൾക്ക് ചൂടൊന്നും ഒരു വിഷയമല്ല കേട്ടോ. അവർക്ക് എന്ത് ഫുഡാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂട് തന്നെ കഴിക്കണം, അതാണ് അവർക്ക് ഇഷ്ടമുള്ളത്. ലാലുവാണ് നിൽക്കാറ്.
പോയിട്ട് വാ. കഴിഞ്ഞോ അവിടെ പോരെ അവിടെ പോരെ അവിടെ ആൾക്കാർ ഫുഡ് കഴിക്കണ്ടോ അവിടെ പോരെ പോര് പോവാ കഴിഞ്ഞില്ലേ വാ പോരെ വാ ഇപ്പച്ചുണ്ടാവുമ്പോഴും ഞാൻ തന്നെയായിരുന്നു ഞാനാ. ഒക്കെ അറിയാത്ത മരുന്ന് ഉറങ്ങുമ്പോഴെത്തിയാ കുട്ടിപ്പടക്കം ഉറങ്ങും പാവം പോയി അമ്മ വേണമെങ്കിൽ തന്നോ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങും അറിയുന്നിട്ട് ഗേറ്റ് അല്ല ഗ്യാസ് കാർഡ് തുറന്നിട്ട് ഞാൻ തുറന്നിട്ട് പോയിക്കാ ഞാൻ കുറ്റിട്ട് പോകുന്നതിനു ഞാൻ എന്ന് കുറ്റിട്ട് പറയുമ്പോ ഞങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി ഞങ്ങൾ കണ്ടിട്ടില്ല വന്ന കാര്യമായി അപ്പൊ പോർച്ചേ ഞങ്ങളത് പോർച്ച് ഉണ്ടാക്കിയത് അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താത്താൻ്റെ വീട്ടിലാക്കാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്കൊക്കെ വന്നതാണ്, പിന്നെ വന്നിട്ടില്ല. പിന്നെ അപ്പോൾ അവിടെ ചെറിയ എന്തൊക്കെ പണിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോളൂ. ഇങ്ങനെ പോർച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറക്കി എടുത്താണ്. പിന്നെ കാറും സ്കൂട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ലാലുവിൻ്റെ സൈക്കിളും ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ എല്ലാം ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പോർച്ച് അത്യാവശ്യം ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മേലെയും എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഹലോ ഗൈസ്, ഇതാണ് നമ്മൾ ഓർക്കാപ്പുലി മരം നിറച്ചുകൊണ്ടിട്ടൊക്കെ ഗൈസ്. കേക്കണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ താത്താൻ്റെ വീട്ടിലെ ലൈബ്രറി. താത്ത ചെറുപ്പം മുതൽ സൂക്ഷിച്ച് വെച്ച പുസ്തകങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് ബാലരമ ഡൈജസ്റ്റ് തൊട്ട് ഇന്നത്തെ റാം കെയർ ഓഫ് ആനന്ദി വരെയുള്ള എല്ലാതരം ബുക്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, കൊച്ചു കൊച്ചു കഥകളായിക്കോട്ടെ, ലേഖനങ്ങളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ, അങ്ങനെ എല്ലാ തരം ഉണ്ട് താത്താൻ്റെ കയ്യിൽ. സത്യം പറഞ്ഞാൽ പുസ്തകപ്പുഴു എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. പല വ്യക്തികൾക്കും പലതിനോടായിരിക്കില്ലേ പ്രണയം. ചിലക്ക് വ്യക്തികളോടായിരിക്കാം, ഇല്ലെങ്കിൽ പ്രകൃതിയോടായിരിക്കാം. പക്ഷെ എൻ്റെ താത്താക്ക് പുസ്തകങ്ങളോടാണ് കേട്ടോ. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വായന എന്ന് പറഞ്ഞാൽ അത്രയും ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കളക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാതരം എന്താ പറയുക ബുക്സും കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡും തന്നെ അത്രയും സപ്പോർട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ബുക്സിൻ്റെ കളക്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്